സുഖല്ലേ? ആ സുഖാണ്. എന്നാ ശരി. പാവം മയിലാളില്ലേ, അടിച്ചു വരാണ്ടല്ലേ. ഉള്ള ബേബിയാണല്ലോ, കട്ടായോ ഭാഗ്യം. ആ പറ ബേബി. ഹലോ, എന്തായി നീ അവിടെ ജോയിൻ ചെയ്തോ? ആ ഞാൻ ജോയിൻ ചെയ്ത്. നീ ഇങ്ങനെ വിളിച്ചോണ്ടിക്കല്ലേ, ഇവിടെ ഓഫീസിലായതുകൊണ്ട് CC ഉണ്ടല്ലോ. CC ക്യാമറ ഓണർ കണ്ടാൽ പിന്നെ പുറത്താക്കും. പണിയെടുത്ത് ശീലമില്ലാത്ത തടിയാ, ശ്രദ്ധിക്കണേ. ആ ഞാൻ ശ്രദ്ധിച്ചോളാന്ന്. ആ വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പണിയൊന്നും എടുക്കൂല, പേടിക്കണ്ട. ഓക്കെ നീ ഇങ്ങനെ വിളിച്ചോണ്ടിക്കല്ലോ കേട്ടോ. അവിടെ എന്താ ഒരു അടിച്ചു വരുന്ന സൗണ്ട് കേൾക്കുന്നത്? അത് അടിച്ചു വരുന്ന സൗണ്ട് അല്ല ബേബി, ഞാൻ ഫയൽ ഒതുക്കി വെക്കാനാ നീ. ഓ അങ്ങനെ. ആ ഓഫീസൊക്കെ എങ്ങനെയുണ്ട്? AC എല്ലാം ഉണ്ടോ? ആ പിന്നെ AC ഇല്ലാണ്ടിക്കോ? എന്ത് ചോദ്യം ബേബി നിന്റെ. ഞാൻ റൂമിലെത്തി നിനക്ക് ഫ്രീ ആയിട്ട് വിളിക്കാട്ടോ. ഓക്കെ ഫ്രീ ആകുമ്പോൾ നീ വിളിക്കണം, മറക്കല്ലേ. ഓക്കെ ലവ് യു. ശരി എന്നാ. ഭാഗ്യം, വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ ഓളിട്ടേക്ക് പോവാൻ. ഇവളെ കൊണ്ട്. ഹലോ എടാ, നീ ഇനി എന്നാ വരുന്നത്? അത് പറഞ്ഞില്ലല്ലോ. 1 വർഷം അത് ഞാൻ വരുമൊന്നുമില്ല. നമ്മളെ കടമൊക്കെ ഇല്ല, അതൊക്കെ തീർക്കണ്ടേ. അതൊക്കെ തീർത്തിട്ടേ ഞാൻ വരുള്ളൂ. ഓക്കെ ശരി എന്നാ. ആ ഓക്കെ, കയറാക്കണേ. ഞാൻ വിളിക്കാട്ടോ നൈറ്റ് ഉറങ്ങുമ്പോൾ. ഫോൺ അടിക്കണ്ടല്ലോ. ഹലോ ബേബി, ഞാൻ നാളെ രാവിലെ എത്തും നാട്ടിലേക്ക്. ഇത് ബേബി അല്ല, ഞാൻ ഷുക്കൂർ. ഷുക്കൂറോ? ഏത് ഷുക്കൂർ? ഇന്ന് വാച്ച്മാനായിട്ട് പണി കയറില്ലേ, അയാളാ. ആ ശരി. എൻ്റെ വൈഫിന് ഫോൺ എടുത്തേ. വൈഫോ? അപ്പോൾ നീ ഓരോ ഹസ്ബൻഡാണോ? ആ അതെ. അപ്പോൾ മുകളിൽ മാഡത്തിൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ, അത് ഹസ്ബൻഡല്ല? അപ്പോൾ ആ ആരാ പറഞ്ഞേ? രാവിലെ മുതൽ റൂമിൽ മാഡത്തിൻ്റെ കൂടെ ഒരാളുണ്ട്, ഒരാണുങ്ങൾ. ഞാൻ വിചാരിച്ചത് ഹസ്ബൻഡായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് അല്ലല്ലേ? എനിക്ക് മുമ്പേ ഉള്ളടുത്ത് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നത് ശരിയല്ലേ? ഹലോ. അപ്പോൾ ശരിക്കുള്ള ഹസ്ബൻഡ് നിങ്ങളാണല്ലേ? നിങ്ങൾ നോക്കിയപ്പോൾ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ശരിക്കുള്ള മുതലാളി നിങ്ങളാണല്ലേ? എന്നാലും എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആ പറയൂ ബോസേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ജീവൻ വരെ ഞാൻ തരാം. നീ ജീവൻ തരണ്ട, ഒരു ജീവൻ എടുക്കാൻ പറ്റുമോ? ബോസേ എന്താണ് നിങ്ങൾ പറയുന്നേ? 10 ലക്ഷം റുപ്യ തരാം. ഒരു കാരണവശാലും നീ പേടിക്കണ്ട. നിനക്ക് എന്ത് പറ്റാത്ത പോലെ ഞാൻ നോക്കാം. 10 ലക്ഷം തരുമെന്നാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ജീവനല്ല, 2 ജീവൻ തന്നെ എടുക്കും. എന്നാ ശരി, നീ എങ്ങനെ കൊല്ലവരെ? അതോ, അത് ഞാൻ ഗണ്ണിൽ ഷൂട്ട് ചെയ്തോളാം. ഗണ്ണ വിടുന്നു? അത് ഞാൻ കണ്ടു ബോസേ, നേരത്തെ റൂം ക്ലീൻ ആക്കുമ്പോക്ക്. ഡ്രവറിന് കണ്ടു ബോസേ. ഓ ആണോ? എന്നാൽ പെട്ടെന്ന് പണി തീർക്ക്. ഫോൺ കട്ട് ചെയ്യണ്ട, എനിക്കവരെ കൊല്ലുന്ന ആ സൗണ്ട് കേൾക്കണം. ഓക്കെ ബോസേ, ശരി എന്നാ. ബോസേ തീർത്തു, 2നെയും തീർത്തു. കൺഗ്രാറ്റുലേഷൻ. ഇനി എന്താ ചെയ്യണ്ടേ? ആ ശുക്രേ, ഇനി ആർക്കും അറിയാത്തതുപോലെ ആ 2 ബോഡിനെ കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിൻ്റെ ബാക്കിലുള്ള പോയുണ്ടല്ലേ, അവിടെ കൊണ്ടുപോയിട്ട് കളയും. ആർക്കും അറിയാൻ പാടില്ല. പെട്ടെന്ന് ചെയ്യും. ഓ ഓക്കെ. ഹലോ, നമ്മൾ വീട്ടിൻ്റെ ബാക്കിൽ പോയൊന്നുമില്ലല്ലോ ബോസേ? ഉണ്ടല്ലോ, വീട്ടിൻ്റെ ബാക്ക് സൈഡ്.
എനിക്കറിയാം ബോസ്, ഇവിടെ പുഴയൊന്നുമില്ല. ഇത് എവിടുന്ന പോ? കാസർഗോഡ്. ഓ, നമ്പർ മാറി കേട്ടോ. ആ അങ്ങനെ പറഞ്ഞു. ഞാനതന്നെ വിചാരിക്കാം, നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് പുഴയൊന്നുമില്ലല്ലോ എന്ന്. സോറിയോ? ആ ശരി ശരി. ബോസേ ബോസേ मंगल भावनया